പാർട്ടിക്കകത്തുനിന്നും ഉയർന്നു വന്ന ശബ്ദങ്ങൾ അവർ ഗത്യന്തരമില്ലാതെ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഏറ്റെടുക്കണമോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതായിരുന്നു. ഷാ എടുത്ത തീരുമാനം ഏറ്റവും ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ജനവിധി കൂടിയാണിത്. പയ്യന്നൂർ എൻ്റെ ഗ്രാമമാണ്. തിരഞ്ഞെടുപ്പുണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ട് ഇന്നുവരെ CPM അല്ലാതൊരു പാർട്ടിയും അവിടെ ജയിച്ചിട്ടില്ല. അവിടെ അവരുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ഏറ്റവും സുരക്ഷിതമായി, കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആദ്യത്തെ 2-3 മണ്ഡലങ്ങൾ എടുത്താൽ ഒന്നാമത്തെ മണ്ഡലം അവിടെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അതിദയനീയമായി പരാജയപ്പെടുന്ന ചിത്രം ഉണ്ടാകുന്നു. തളിപ്പറമ്പ് എല്ലാ കാലത്തും CPM-നെ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കണ്ണൂരിലെ CPM-ന്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരുള്ളായിരുന്ന ആൾ ജയം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും ജയം കൃത്യമായി ഉറപ്പിച്ചിരിക്കുന്ന വലിയ ഭൂരിപക്ഷം ജയം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന് ധർമ്മടത്തെ മുഖ്യമന്ത്രിയുടെ വിജയം സാങ്കേതിക വിജയം മാത്രമാണ്. ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കൂടുതൽ കിട്ടി ജയിച്ചാലും അത് സാങ്കേതിക വിജയം തന്നെയാണ്. പക്ഷേ പിണറായി വിജയന്റെ സ്വന്തം തട്ടകത്തിൽ ആദ്യ 6 റൗണ്ടുകളിൽ അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നു. പിന്നീടുള്ള റൗണ്ടുകളിലും ചിലയിടത്തൊക്കെ പിന്നോട്ട് പോകേണ്ടി വന്നു എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയം രക്ഷപ്പെടുക എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു എന്ന് പറയുന്നത് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യത്തിനുള്ള അംഗീകാരം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലുണ്ടായി എന്നതാണ്. കേരളത്തിലുടനീളം ഉണ്ടായി, പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലും ഉണ്ടായി. ഇത് തിരിച്ചറിയാതെ പോയ ഒറ്റ നേതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹമായിരുന്നു. KC വേണുഗോപാലിന്റെ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു ജയം കൂടി കോൺഗ്രസിന്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യറിന്റെ ജയം ഒരുപക്ഷെ അത് അത്ഭുതപ്പെടുത്തും കേരള രാഷ്ട്രീയത്തെ പോലും. എന്താണ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.